Welcome back, students. Welcome to IT class. So we were talking about Excel and how we can insert functions and formulas in Excel sheets. In order to study more about Excel, you need to have practicals instead of this. Theory won't work. So we're gonna move into the next part, and we will take it afterwards. So, Introduction to HTML, Chapter 6. That's what we're going to start, and it is more important than the Excel. It's actually a coding language, HTML, Hypertext Markup Language. So, what is HTML? HTML is nothing but a coding language which is simple, so simple, which we can write it on Notepad or any text editor. HTML എന്ന് പറഞ്ഞാൽ എന്താ? HTML is a coding language. It's a coding language which used to make websites and web page. വെബ്സൈറ്റുകളും വെബ് പേജസും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു കോഡിംഗ് ലാംഗ്വേജ്. ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള കോഡിംഗ് ലാംഗ്വേജ് ആണ് എന്ത്? HTML എന്ന് പറയുന്നത്, വിച്ച് ഇസ് known as hypertext markup language when it expanded. അത് എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്തെന്ന് വായിക്കും? ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ് എന്ന് നമ്മൾ വായിക്കും. സോ യു ഓൾറെഡി നോ ഹൗ ടു യൂസ് ഇൻ്റർനെറ്റ്. While surfing on the internet, you must have visited various websites. How colorful and nicely designed these websites are. Each screen displayed on the website is called web page. അപ്പോൾ വെബ് പേജ് എന്ന് പറഞ്ഞാൽ എന്താ? വെബ്സൈറ്റിലെ ഓരോ പേജിനെയുമാണ് വെബ് പേജ് എന്ന് പറയുന്നത്. സോ ബേസിക്കലി വെബ്സൈറ്റ് ഈസ് എ കളക്ഷൻ ഓഫ് വെബ് പേജസ്. അപ്പോൾ നമ്മൾ ഇൻ്റർനെറ്റിലൂടെയൊക്കെ നോക്കിക്കഴിയുമ്പോൾ കാണാം ഒത്തിരി വെബ് പേജസ്, വെബ്സൈറ്റ്സ് കാണാം, എത്ര മനോഹരമായിട്ട് അവരുണ്ടാക്കിയിരിക്കുന്നത്. So for creating that kind of websites and web pages, we use HTML and other things too. But today we're going to learn about HTML. A website is a collection of web pages in the same way as a notebook has many pages. ഇപ്പോൾ ഒരു നോട്ട്ബുക്കോ ഒരു ടെക്സ്റ്റ് ബുക്കോ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ഒത്തിരി പേജസ് ഉണ്ടാവും. അപ്പോൾ ഓൾ ടുഗെദർ ദിസ് പേജസ് വി കോൾ ഇറ്റ് ആസ് നോട്ട്ബുക്ക്. ഇപ്പം നോട്ട്ബുക്ക് എന്ന് പറയുന്നത് ഒരു നോട്ട്ബുക്കിലെ ഒരു പേജിന് എന്തെന്ന് പറയും? അപ്പോൾ ഇതൊരു നോട്ട്ബുക്കാണ്. ഇതിനെ നമ്മൾ നോട്ട്ബുക്ക് എന്ന് വിളിക്കുന്നു. ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയുണ്ട്? കുറേ പേജസ് ഉണ്ട്. അപ്പോൾ ഒരു പേജ് ഇതിൽ നിന്ന് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിനെ നോട്ട്ബുക്ക് എന്ന് നമ്മൾ വിളിക്കുമോ? ഇല്ല. ഇതിനെ നമ്മൾ എന്തെന്ന് വിളിക്കും? പേജ് എന്ന് വിളിക്കും. പക്ഷേ ഈ നോട്ട്ബുക്കിൽ പേജുകളൊന്നും ഇല്ലെങ്കിൽ ഇതിനെ നോട്ട്ബുക്ക് എന്ന് വിളിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ പേജുകൾ ചേർന്നതാണ് എന്ത്? നോട്ട്ബുക്ക് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വെബ് പേജുകളുടെ ഒരു കൂട്ടത്തെയാണ് വെബ്സൈറ്റ് എന്ന് പറയുന്നത്. Any website or web page can be visited using the web browser software such as Internet Explorer, Google Chrome and Opera Safari. അപ്പോൾ നമ്മൾ ഈ വെബ്സൈറ്റ് കാണാൻ നമുക്ക് വേണ്ടത് എന്തൊക്കെയാണ്? ഒരു കമ്പ്യൂട്ടർ വേണം, അല്ലെങ്കിൽ ഒരു സ്മാർട്ട് ഡിവൈസ് വേണം. ഒരു സ്മാർട്ട് ഫോണോ ഒരു കമ്പ്യൂട്ടറോ നമ്മുടെ കയ്യിൽ വേണം. പിന്നെ ഇൻ്റർനെറ്റ് കണക്ഷൻ വേണം. അതുകൂടാതെ എന്ത് വേണം? ഒരു ബ്രൗസർ എന്ന് പറയുന്ന സാധനം വേണം, ഇൻ്റർനെറ്റ് ബ്രൗസർ. അപ്പോൾ അതും കൂടെ ഉണ്ടെങ്കിലാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? വെബ്സൈറ്റ്സ് ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇൻ്റർനെറ്റ് ബ്രൗസേഴ്സിന് എക്സാമ്പിളാണ് ഇൻ്റർനെറ്റ് എക്സ്പ്ലോറർ, ഗൂഗിൾ ക്രോം, ഒപ്പേറ, സഫാരി, UC ബ്രൗസർ എന്നൊക്കെ പറയുന്ന കുറേ ബ്രൗസേഴ്സ് ഉണ്ട്. വിച്ച് ഇറ്റ്സ് എ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ വിച്ച് അലൗസ് യു ടു browse into many websites. So what is HTML? HTML stands for Hypertext Markup Language. It is the language that is understood by a web browser for composing text and images, still as well as animated for web page. എന്ന് പറഞ്ഞാൽ എന്താ? ഒരു വെബ് പേജ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു കോഡിംഗ് അല്ലെങ്കിൽ ഒരു ലാംഗ്വേജ് ആണ് എന്ത്? HTML എന്ന് പറയുന്നത്. HTML ഈസ് ബേസിക്കലി എ ബിൽഡിംഗ് ബ്ലോക്ക് ഫോർ വെബ് പേജസ്. വെബ് പേജസ് ഉണ്ടാക്കുന്നതിനുള്ള ബിൽഡിംഗ് ബ്ലോക്സ് ആണ് എന്ത്? HTML എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ ഒരു വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ചില ഫോൺസൊക്കെ ചില കളറുകളിൽ, മറ്റു കളറുകളിലും മറ്റു കാര്യങ്ങൾ, പിന്നെ പല ഷേപ്പിലൊക്കെ ആയിരിക്കും, പല ഫോൺസ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഫോണ്ടിനെയൊക്കെ അങ്ങനെ ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കോഡിംഗ് ഉപയോഗിക്കുന്നത്. It is a format that tells a computer how to display the web page. വെബ് പേജിനെ എങ്ങനെ കാണിക്കണമെന്ന് പറയുന്ന ഒരു ഫോർമാറ്റാണ് എന്ത്? HTML എന്ന് പറയുന്നത്. അപ്പോൾ HTML നമുക്ക് എവിടെയാണ് എഴുതാൻ പറ്റുക? എങ്ങനെയാണ് കോഡ് ചെയ്യാൻ പറ്റുക? നിങ്ങൾ നോട്ട് പാഡ് എന്ന് പറയുന്ന ഒരു സംഭവം കണ്ടിട്ടുണ്ടോ?
നോട്ട്പാഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ where you can type notes along with alphabets and special characters, none other than that. നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? നോട്ട് പാഡ് എന്ന് പറഞ്ഞ സംഭവത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞാൽ നമുക്ക് ടൈപ്പ് ചെയ്യാം, ലാംഗ്വേജ് ടൈപ്പ് ചെയ്യാം, പിന്നെ നമ്പേഴ്സ് യൂസ് ചെയ്യാം, സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് യൂസ് ചെയ്യാം. വി കാൺട്ട് ആഡ് എനി ഫോട്ടോസ് ഓർ വീഡിയോസ് ഇൻ ടു ടെക്സ്റ്റ് ഫയൽസ്. അപ്പോൾ അതിൻ്റെ എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത് TXT എന്ന് പറയുന്നതായിരിക്കും. ടെക്സ്റ്റ് ഫയലിൽ നമുക്ക് വേറൊന്നും ചെയ്യാൻ പറ്റില്ല, എഴുത്തുകുത്തുകൾ മാത്രം. അപ്പോൾ അതിൻ്റെ അകത്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കോഡ് ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയാണ് കോഡ് ചെയ്യുന്നത്? അപ്പോൾ നമ്മൾ ഫസ്റ്റ് അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നോട്ട് പാഡ് ഒരെണ്ണം ഓപ്പൺ ചെയ്യണം. എങ്ങനെയായിരിക്കും നോട്ട് പാഡ് ഓപ്പൺ ചെയ്യുക? സ്റ്റാർട്ട്, ഓൾ പ്രോഗ്രാംസ്, ആക്സസറീസ് ആൻഡ് നോട്ട് പാഡ് എന്ന് പറയുന്ന ബേസിക് രീതിയിലൂടെ നമുക്ക് എന്ത് ചെയ്യാം? നോട്ട് പാഡിനെ ആക്സസ് ചെയ്യാം. സ്റ്റാർട്ട് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. സ്റ്റാർട്ട് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ വിൽ ഗെറ്റ് എ ലിസ്റ്റ്. ആ ലിസ്റ്റിൽ നിന്ന് ഓൾ പ്രോഗ്രാംസിൽ നിന്ന് ആക്സസറീസിൽ നിന്ന് നോട്ട് പാഡ്. അങ്ങനെ നോട്ട് പാഡ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? നോട്ട് പാഡ് കിട്ടും. ഇങ്ങനെ ഒന്നും നമ്മൾ കഷ്ടപ്പെടേണ്ട കാര്യമില്ല. വേറൊരു വഴി ഇങ്ങനെയുണ്ട്. നമ്മൾ ഡെസ്ക് ടോപ്പിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു ലിസ്റ്റ് കിട്ടും. ആ ലിസ്റ്റിൽ നിന്ന് ന്യൂ എന്ന് പറയുന്നതിൽ ക്ലിക്ക് ചെയ്യുക. അന്നേരം അതിൻ്റെ അകത്ത് കുറേ ലിസ്റ്റ് വരും. അതിൽ ടെക്സ്റ്റ് എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു ന്യൂ ടെക്സ്റ്റ് കിട്ടും. 3 ക്ലിക്കിൽ തീരും. അപ്പോൾ ഇങ്ങനെ 2 രീതിയിലും നമുക്ക് എന്ത് ചെയ്യാം? നോട്ട് പാഡ് ക്രിയേറ്റ് ചെയ്യാം. ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്ന നോട്ട് പാഡിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കോഡിങ് ചെയ്യാൻ പോകുന്നത്. If you simply type the file name in Save As dialog box and press Save button, the computer will save it as notepad file with a file extension of TXT. However, you want it to be saved as web page, so save the file by giving the file extension as HTML or HTM. അപ്പോൾ ഇത് എങ്ങനെ റൺ ചെയ്യുമെന്ന് നമുക്കൊരു സംശയം വരും. എന്താ കാര്യം? ടെക്സ്റ്റ് ഫയൽ എന്ന് പറയുന്നത് അതിൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും അത് വെബ് പേജായിട്ട് വരില്ല. HTML കോഡ് ചെയ്തുണ്ടാക്കുന്ന വെബ് പേജസിൻ്റെ എക്സ്റ്റൻഷൻ എന്താ? എക്സ്റ്റൻഷൻ എന്ന് പറഞ്ഞാൽ എന്താ? എക്സ്റ്റൻഷൻ ഈസ് നത്തിങ് ബട്ട് സംതിങ് വിച്ച് followed by the file name which represents what kind of file is that. എന്ത് തരത്തിലുള്ള ഫയലാണ് ഇത് എന്ന് റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു ഫയൽ നെയിമിന് ശേഷം ഡോട്ടിന് ശേഷം കൊടുത്തിരിക്കുന്ന ഒരു ചെറിയ പീസ് ഓഫ് വേർഡാണ് എന്ത് എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത്. എന്ത് ഫയലാണ്? അപ്പോൾ .jpg എന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്ത് മനസ്സിലാവും? ഈ ഫയൽ ഒരു ഇമേജ് ഫയലാണ്. .mp3 എന്ന് കണ്ടു കഴിഞ്ഞാലോ ഇറ്റ്സ് എ മ്യൂസിക് അല്ലെങ്കിൽ ഇറ്റ്സ് എൻ ഓഡിയോ ഫയൽ. .mp4 എന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും എന്താണെന്ന്? ഇറ്റ്സ് എ വീഡിയോ ഫയൽ. അപ്പോൾ എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത് എന്ത് തരത്തിലുള്ള ഫയലാണ് ഇത് എന്ന് നമ്മളെ കാണിച്ചു തരുന്ന ഒരു സംഭവമാണ് എന്ത്? എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ HTML കോഡിങ് ഈസ് എന്താണ്? HTML കോഡിങ് എവിടെ ചെയ്യുന്നത്? നോട്ട് പാഡിലാണ് ചെയ്യുന്നത്. യു ക്യാൻ ക്രിയേറ്റ് നോട്ട് പാഡ് വെയർ എവർ യു വാണ്ടഡ് ഇൻ ഡെസ്ക്ടോപ്പ് ഓർ ഇൻ എനി ഓഫ് ദ ഡ്രൈവ്സ്. So first you have to create one notepad or a text file, and after that you have to do all the coding inside the text file and you have to save. But what is the thing which you have to keep in mind is you don't have to save it, you have to save as. അപ്പോൾ സേവും സേവ് ആസ് എന്ന് പറഞ്ഞാലുള്ള വ്യത്യാസം എന്താ? നിങ്ങൾ സേവ് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഇപ്പോൾ നിങ്ങൾ ടെക്സ്റ്റ് ഫയൽ ക്രിയേറ്റ് ചെയ്തു and you have coded everything inside this text file and clicked on save and it will be saved as a text file. അപ്പോൾ നമ്മൾ സേവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഫയൽ ഡിഫോൾട്ട് ഏത് ഫയലാണോ ആ ഫയലിലേക്കായിരിക്കും സേവ് ആവുന്നത്. ടെക്സ്റ്റ് ഫയലായിട്ട് തന്നെയായിരിക്കും സേവ് ആവുന്നത്. പക്ഷേ നമുക്ക് അങ്ങനെയല്ല സേവ് ചെയ്യേണ്ടത്. നമുക്കത് എങ്ങനെ സേവ് ചെയ്യണം? HTML ഫയലായിട്ട് സേവ് ചെയ്യണം. അപ്പോൾ അങ്ങനെ വേറൊരു ഫയലിലേക്കാണ് സേവ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ വേറൊരു ഫയലായിട്ടാണ് സേവ് ചെയ്യേണ്ടതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? വി ക്ലിക്ക് ഓൺ സേവ് ആസ് ഇൻസ്റ്റെഡ് ഓഫ് സേവ്. സേവ് എന്ന് പറയുന്ന ഓപ്ഷന് പകരം സേവ് ആസ് എന്ന് പറയുന്ന ഓപ്ഷനാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. നമുക്ക് വേറൊരു ഫയലിലേക്ക് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ഫയലായിട്ടാണ് ഇതിനെ സേവ് ചെയ്യേണ്ടതെങ്കിൽ വെൻ യു ക്ലിക്ക് ഓൺ സേവ് ആസ് ഇറ്റ് വിൽ ആസ്ക് യു ടു പ്രൊവൈഡ് ദ file name which you wanted to give to this file, and you will also be able to select whichever extension you wanted your file to be. അപ്പോൾ നമുക്ക് ഏത് എക്സ്റ്റൻഷനിലേക്ക് ഇതിനെ മാറ്റണമോ ആ എക്സ്റ്റൻഷൻ നമുക്ക് സെലക്ട് ചെയ്യാം ആൻഡ് ഫയൽ നെയിമും ചേഞ്ച് ചെയ്യാം. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഫയലിനെ ടെക്സ്റ്റ് ഫയലിൽ നിന്ന് മാറ്റി HTML ഫയലാക്കാം. ആൻഡ്
When you do that, and after clicking save, it will be changed to HTML file, and when you double click on that, it will open in a browser, so that everything will be loaded. അപ്പോൾ അതായത് നമ്മളിത് സേവ് ആസ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് സേവ് ആസ് എന്ന് പറയുന്ന ബട്ടണിൽ നമുക്ക് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? നമുക്ക് അതിൻ്റെ പേര് മാറ്റാം, ഈ ഫയലിൻ്റെ പേര് മാറ്റാം, ഈ ഫയൽ ഏത് എക്സ്റ്റൻഷനിലായിരിക്കണം എന്നുള്ളതും മാറ്റാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? HTML എന്ന് പറയുന്ന എക്സ്റ്റൻഷൻ കൊടുക്കും. എന്നിട്ട് നമ്മൾ സേവ് ഓക്കെ കൊടുത്തു കഴിയുമ്പോൾ ഇത് HTML ഫയലാവും. അപ്പോൾ ടെക്സ്റ്റ് ഫയൽ എന്ന് പറഞ്ഞാൽ ഒരു പേപ്പറിൻ്റെ സിമ്പിളായിരിക്കും അതിനുണ്ടാവുക. പക്ഷേ നമ്മൾ HTML ഫയലാണെങ്കിൽ അതിന് ഗൂഗിൾ ക്രോമിൻ്റെയോ ഇൻ്റർനെറ്റ് എക്സ്പ്ലോററിൻ്റെയോ ഏത് ബ്രൗസറാണോ നമ്മുടെ കമ്പ്യൂട്ടറിലുള്ളത് അതിൻ്റെ പടമായിരിക്കും അതിനുണ്ടാവുക. All you have to do is double clicking on that file and it will be executed. So അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? HTML കോഡിംഗ് എഴുതുകയും റൺ ചെയ്യുകയും ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് HTML എന്ന് പറയുന്നത്. So I want you to read this first page of chapter 6, introduction to HTML.